വൈകുന്നേരങ്ങളിൽ മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള എണ്ണയിലൊന്നും പൊരിക്കാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 150 ഗ്രാം ബോൺലെസ് ചിക്കന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇനിതാ ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയുടെ ഒരു പച്ച മണക്കൊന്ന് പോയി അതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതാ ചിക്കന് ഈ ഒരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള, അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു സവാള തന്നെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ചെറിയ കഷ്ണം ക്യാപ്സിക്കം അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ചെറിയ കഷ്ണമേ ഉള്ളായിരുന്നു കേട്ടോ. ക്യാപ്സിക്കം കുറച്ചും കൂടെ ആവാം. നിങ്ങളെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് അതും കൂടി ആകുമ്പോൾ. എന്നിട്ട് ഇതൊന്നും അങ്ങ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് കുഴഞ്ഞൊന്നും പോവേണ്ട. ആ ഒരു പച്ച ടേസ്റ്റ് അങ്ങ് പച്ചക്കടി ഒന്ന് പോയി കിട്ടിയാൽ മതി കേട്ടോ ഒരു ഉള്ളിയുടെയൊക്കെ. എന്നിട്ട് ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് ഗരം മസാലയും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും അതുപോലെ 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ചിക്കനിലൊക്കെ ഈ ഒരു മസാല ഒന്ന് അങ്ങ് പിടിച്ചിട്ട് വരണം. ഈ ഒരു ഗരം മസാലയും കുരുമുളക് പൊടിയും ഒക്കെ ഒന്ന് പിടിച്ചിട്ട് വരണം. അല്ലാതെ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിലേക്ക് മസാല ചേർക്കുന്നത് ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതൊന്നങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ടൊമാറ്റോ സോസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാവുമ്പോൾ കുറച്ചും കൂടെ ഒരു നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഒരു സ്വീറ്റും ഒരു സ്പൈസി ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഒരുപാട് എരിവൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വരില്ല. ഈ ഒരു സോസിൽ കുറച്ചൊരു എരിവുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഞാനിവിടെ ബണ്ണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബണ്ണ് എടുത്തിട്ട് നമുക്കിതിൻ്റെ ഒരു ബാക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ബാക്ക് സൈഡ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ആഴത്തിൽ പോവരുത് കേട്ടോ. വളരെ തിന്നായിട്ടുള്ള ഒരു ലെയറായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പുറം ഭാഗത്തേക്ക് ഹോൾ ആവരുത്. അപ്പോൾ ഇതുപോലെ പതുക്കെ ഒരു സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് കത്തി വെച്ചിട്ട് ഇതുപോലെ അങ്ങ് പൊക്കിയെടുക്കാം കേട്ടോ ആ ഒരു പീസ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് നമ്മൾ ആ ഒരു റെഡിയാക്കി എടുത്തിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മസാല ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്നങ്ങ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഇതിൽ നമുക്ക് മസാല അത്യാവശ്യം തന്നെ ഫില്ല് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. സൈഡിലേക്കൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആ ഒരു മാറ്റി വെച്ചിട്ടുള്ള പീസ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ അങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അവിടെ മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള ഞാനിവിടെ 4 പീസാണ് ചെയ്യുന്നത്. അപ്പോൾ 4ഉം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് അല്പം ഉപ്പും അല്പം മല്ലിയിലയും പിന്നെ 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ ബണ്ണ് എടുത്തിട്ട് ഈ ഒരു മുട്ടയുടെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബണ്ണിൻ്റെ എല്ലാ ഭാഗത്തും മുട്ടയുടെ മിക്സ് ഒന്ന് ആക്കിയെടുത്താൽ മതി. ആ ഒരു അടിയിലുള്ള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം പോവരുത് കേട്ടോ. അപ്പോൾ അതൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ആ ഒരു ഭാഗത്തൊക്കെ മുട്ടയുടെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതാ ഈ ഒരു ചൂടായിട്ടുള്ള പാനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇനി 2 സൈഡും അങ്ങ് റെഡിയായി വന്നതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട കേട്ടോ. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി. എന്നിട്ട് 2 സൈഡും അങ്ങ് റെഡിയായി വന്നതിന് ശേഷം പിന്നെ സൈഡൊക്കെ ഇതുപോലെ അങ്ങ് പിടിച്ചിട്ട് ഒന്നങ്ങ് മൊരിയിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബണ്ണ്, സ്റ്റഫ്ഡ് ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ചിക്കനും ചീസും ഒക്കെ ചേർന്നിട്ടുള്ള ഈ ഒരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ബണ്ണ് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്